ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 18 വീഡിയോയിൽ ഗോസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും വീഡിയോ കാണുന്നതിനോടൊപ്പം എഴുതി മനസ്സിലാക്കേണ്ടതാണ്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസ് ലോ പഠിച്ചു. ഈ ലോ ഉപയോഗിച്ച് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തി. ഇനി നമുക്ക് ഈ ലോയുടെ 3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടണം. ഗോസ് ലോയുടെ ആപ്ലിക്കേഷനിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷനിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. അതായത് ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. ഏതിലാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്? ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് വയറിൻ്റെയാണ്. ആ വയർ ചാർജ്ഡ് ആയിരിക്കും, യൂണിഫോംലി ചാർജ്ഡ് ആയിരിക്കും. ഈ ചാർജ്ഡ് വയറിന്റെ ഫീൽഡാണ് നമുക്ക് ഗോസ് ലോയുടെ സഹായത്തോടു കൂടി കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ വളരെ വലിയ നീളമുള്ള ഒരു കണ്ടക്ടർ പരിഗണിക്കുന്നു, അതായത് ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടർ. ഇതിൽ എങ്ങനെയാണ് ചാർജ് ചെയ്തിരിക്കുന്നത്? ഇതിൽ യൂണിഫോം ആയിട്ടാണ് ചാർജ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പോൾ യൂണിഫോമായി ചാർജ് ചെയ്ത ഇൻഫിനിറ്റ് ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ നമ്മൾ പരിഗണിക്കുന്നു. ഇതിൽ പോസിറ്റീവ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഒരു പോസിറ്റീവ് ചാർജിന് ചുറ്റും എന്തുണ്ടാവുമെന്ന് നമുക്കറിയാം, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം, അല്ലേ? ഒരു ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു പോയിന്റ് പി പരിഗണിക്കുന്നു. ഇപ്പം ഇതിന് ചുറ്റും നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിൽ നമ്മളൊരു പോയിന്റ് പി എന്ന് പറയുന്നത് നമ്മൾ പരിഗണിക്കുന്നു, പോയിന്റ് പി പരിഗണിക്കുന്നു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടതെന്ന് പറയുന്നത് ഈ പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പോയിന്റ് പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടെത്തേണ്ടത്. ഏതിന്റെ സഹായത്തോടെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്? ഗോസ് ലോയുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഗോസ് ലോ എപ്പോഴും ഏത് സർഫസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ക്ലോസ്ഡ് സർഫസ് ആണല്ലേ. അപ്പം ഗോസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ക്ലോസ്ഡ് സർഫസ് ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് പി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ഇമാജിനറി സർഫസ് അല്ലെങ്കിൽ ഒരു ഗോഷ്യൻ സർഫസിനെ കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? അതായത് ഈ പി എന്ന് പറയുന്ന പോയിന്റുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഈ പി എന്ന പോയിന്റ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സർഫസിനെ നമ്മൾ ഇമാജിൻ ചെയ്യും. ആ സർഫസിനെ നമുക്ക് ഗോഷ്യൻ സർഫസ് എന്ന് വിളിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. നമ്മൾ ഇവിടെ സൗകര്യത്തിനായിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സർഫസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സർഫസ് ആണ് ഗോഷ്യൻ സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. ഈ പി എന്ന പോയിന്റും കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ഗോഷ്യൻ സർഫസ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് കവർ ചെയ്തുകൊണ്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടറിക്കൽ ഷേപ്പ് സർഫസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലായിട്ട് നമ്മൾ എടുത്തു. അതുപോലെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6. അപ്പോൾ സിലിണ്ടറിക്കൽ സർഫസ് നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുത്തി ഒരു സിലിണ്ടറിക്കൽ സർഫസ്, ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്തു. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്, റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് 3 സ്റ്റെപ്പ് വഴി നമുക്ക് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. 3 സ്റ്റെപ്പാണ് നമ്മൾ എല്ലാ ആപ്ലിക്കേഷനിലും ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫൈയുടെ ജനറൽ ഫോർമുല എഴുതും. ഫൈയുടെ ജനറൽ ഫോർമുല എഴുതും. അത് നമുക്കറിയാം, ഫൈ ഈക്വൽ ടു ഇ എ കോസ് തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യം ഫൈയുടെ ജനറൽ ഫോർമുല എഴുതും. രണ്ടാമത് നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ച് ഫൈയുടെ ഫോർമുല നമുക്കറിയാം, ഫൈ ഈക്വൽ ടു 1/ε0 Q. ഇത് നമ്മൾ എഴുതും. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യും. രണ്ടും ഫൈ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്ത് നമ്മൾ അതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇനി 2 ആപ്ലിക്കേഷൻ നമ്മൾ ഈ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യം ജനറൽ ഇക്വേഷൻ, ഫ്ലക്സിന് ജനറൽ ഇക്വേഷൻ എഴുതണം. രണ്ടാമതായിട്ട് നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതും.
മൂന്നാമത് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തും. ഇപ്പോൾ നമ്മൾ വരച്ച ഗോഷ്യൻ സർഫസിൽ 3 സർഫസ് നമുക്ക് കാണാനായിട്ട് കഴിയും. മുകളിലും താഴെയും ഉള്ള എൻഡ് സർഫസ്, പിന്നെ മധ്യഭാഗത്ത് ഉള്ള കർവ്ഡ് സർഫസ്. അതായത് മുകളിലും താഴെയും ഉള്ള എൻഡ് സർഫസ് ഉണ്ടല്ലേ. എൻഡ് സർഫസ് മുകളിലും ഉണ്ട്, അതേപോലെ തന്നെ താഴെയും ഉണ്ട്. എൻഡ് സർഫസ്. മിഡിൽ ഭാഗത്തായിട്ട് എന്തുണ്ട്? കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു പെൻ തന്നെ നമുക്കൊരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് ഭാഗത്തും എന്താണ്? എൻഡ് സർഫസ് നമുക്ക് പറയാം. ഈ ഒരു മിഡിൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു കർവ്ഡ് സർഫസ് ആണല്ലേ. അപ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് എടുത്തുകൊണ്ട് 3 സർഫസ് നമുക്ക് കാണാൻ കഴിയും. മുകളിലും താഴെയും എൻഡ് സർഫസ് ഉണ്ട്. മിഡിൽ ഭാഗത്തായിട്ട് എന്തുണ്ട്? കർവ്ഡ് സർഫസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈ കാണുമ്പോൾ ഈ 3 സർഫസിൻ്റെയും കൂടെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്കറിയാം ഫൈയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇ എ കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തീറ്റ അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇയും എയും, ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, എ എന്ന് പറയുന്നത് സർഫസിൻ്റെ ഏരിയ വെക്ടറാണ്, തീറ്റ ഇവ രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പോൾ നമുക്ക് ഓരോ സർഫസിലും ഉള്ള ഇയുടെയും എയുടെയും ആംഗിൾ എങ്ങനെയാണെന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ടോപ്പിലുള്ള എൻഡ് സർഫസിലുള്ള ഇയുടെയും എയുടെയും ആംഗിൾ എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവുകയാണ്. നോക്കാം. ഇതൊരു പോസിറ്റീവ് ചാർജ് ആണല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. നമ്മളത് നേരത്തെ പഠിച്ചല്ലേ. ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പം നമുക്ക് വരയ്ക്കാം. എങ്ങോട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ? ഇങ്ങോട്ടായിരിക്കും. പോസിറ്റീവിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇയുടെ ഡയറക്ഷൻ ആദ്യത്തെ സർഫസിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് വേണം? ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു സർഫസിൻ്റെയാണ് നമ്മൾ ഏരിയ വെക്ടർ വരയ്ക്കാൻ പോകുന്നത്. ഏരിയ വെക്ടർ നമുക്കറിയാം എങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. അതുപോലെ അത് എങ്ങനെയായിരിക്കും? എങ്ങനെയുള്ള ഡയറക്ഷൻ ആയിരിക്കും? ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടും ഔട്ട്വേർഡ് ഡയറക്ഷനുമായിട്ട് നമ്മൾ ഏരിയ വെക്ടർ വരയ്ക്കുകയാണ്. സ്ട്രെയിറ്റ് ആണ്. ഏരിയ വെക്ടർ വരയ്ക്കുകയാണ്. ഏരിയ വെക്ടർ. ഇപ്പം നോക്കൂ, ഈ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയാണ്? 90 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സർഫസിലെ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി. എൻഡ് സർഫസിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇനി നമുക്ക് താഴെയുള്ള എൻഡ് സർഫസിലോട്ട് പോവാം. ഇവിടെ എങ്ങനെയായിരിക്കും? ഈയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവിൽ നിന്നും ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങോട്ടായിരിക്കും ഈയുടെ ഡയറക്ഷൻ വരുന്നത്. സർഫസിൽ നിന്നുള്ള ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇയുടെ ഡയറക്ഷനുമായിട്ട് നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആണല്ലേ. 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സർഫസിലെയും തീറ്റ എന്ത് കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഒരു സർഫസും കൂടെ നമുക്ക് നോക്കാനുള്ളൂ. ഈ കർവ്ഡ് സർഫസ് ആണ്. അതിൻ്റെ നമുക്ക് ഇ വരയ്ക്കാം. ഇയുടെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും ഔട്ട്വേർഡ്. അപ്പോൾ ഇയുടെ ഡയറക്ഷൻ നമ്മൾ വരച്ചു. ഏരിയയുടെ ഡയറക്ഷനും എങ്ങനെയാണ്? സർഫസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഇയുടെ എയുടെയും ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു ആംഗിളും ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് 0 ആണല്ലേ. അപ്പോൾ രണ്ട് എൻഡ് സർഫസിലും തീറ്റയുടെ ആംഗിൾ 90 ആണ്. കർവ്ഡ് സർഫസിൽ തീറ്റയുടെ ആംഗിൾ 0 ആണ്. ഇത്രയും നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ 3 സ്റ്റെപ്പിലോട്ട് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഫൈയുടെ ജനറൽ ഇക്വേഷൻ എഴുതുന്നു. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഫൈ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇ എ കോസ് തീറ്റ എവിടത്തേക്ക് വേണം? ആദ്യം കാണുന്ന എൻഡ് സർഫസിലെ അല്ലേ. ആദ്യം കാണുന്ന എൻഡ് സർഫസിൽ നമ്മൾ പരിഗണിക്കണം. പ്ലസ് കർവ്ഡ് സർഫസിലെ പരിഗണിക്കണം. അപ്പോൾ ഇ എ കോസ് തീറ്റ കർവ്ഡ് സർഫസിന് സി എസ് എന്ന് കൊടുക്കുകയാണ്. കർവ്ഡ് സർഫസ് പ്ലസ് മൂന്നാമത്തെ ഏരിയ ഇ എ സൈൻ തീറ്റ എൻഡ് സർഫർ ഇ എസ് എന്ന് കൊടുക്കണം. എൻഡ് സർഫസ്. ഓക്കെ. ഇനി നമുക്ക് തീറ്റയുടെ വാല്യൂ ഒക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം.
ആദ്യത്തേത് എൻഡ് സർഫസിലുള്ള തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ ഇവിടെ കോസ് 90 എന്ന് ഇട്ട് കൊടുക്കാം. കർവ്ഡ് സർഫസിലുള്ള തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് 0 എന്ന് കൊടുക്കാം. ഇവിടെ എൻഡ് സർഫസിലുള്ള തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സൈൻ അല്ല കോസ് ആണ്, തെറ്റിയതാണ്. EA കോസ് 90 എന്ന് കൊടുക്കാം. നമുക്കറിയാം കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്, കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാകുമ്പോൾ കോസ് 90 0 ആയതുകൊണ്ട് ഈ ടേമും എന്തായി പോയി? 0 ആയിട്ട് പോയി അല്ലേ. ബാലൻസ് വരുന്നത് EA കോസ് 0 ആണ്. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഫൈ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? EA എന്ന് കിട്ടി. അതവിടെ കിടന്നോട്ടെ. ഫൈ ഈക്വൽ ടു EA എന്ന് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഗോസിലായി എഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫൈ ഈക്വൽ ടു 1/ε0 Q. ഇതാണ് ഗോസ് ലോ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇക്വേഷനെയും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് കടന്നു. ഈ രണ്ട് ഇക്വേഷനെയും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. EA ഈക്വൽ ടു 1/ε0 Q. ഇനി നമുക്ക് ഈ ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ചാർജും അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏരിയ എന്ന് പറയുന്നത് ഗോഷ്യൻ സർഫസിന്റെ ഏരിയയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സിലിണ്ടറിക്കൽ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് A എന്ന് പറയുന്നത് 2πRL ആണ്. 2πRL. അപ്പോൾ ഏരിയയുടെ ഭാഗത്ത് 2πRL നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി നമുക്ക് Q വേണം. നമുക്കറിയാം ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്ത് ഒട്ടാകെയാണ്. അപ്പോൾ അത് എന്ത് തരം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്? ലെങ്ത് ഒട്ടാകെ എന്ന് പറയുമ്പം ഒരു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്യൂവിനെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതാം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. Q ഈസ് ഈക്വൽ ടു ലാംഡ L. ലാംഡ എന്ന് പറയുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. E ഇൻറ്റു ഏരിയയുടെ വാല്യൂ 2πRL ഈക്വൽ ടു 1/ε0 Qന് പകരം നമ്മൾ ലാംഡ L എന്ന് കൊടുക്കുന്നു. രണ്ട് സൈഡിലും L ഉണ്ട്, അത് ക്യാൻസലായി പോകും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ E ഈക്വൽ ടു നമുക്ക് എഴുതാം ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 R. ഈ 2 ഇവിടുത്തെ ഇത് താഴെ പോവും. എന്നിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 R. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πε0 R. ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാം ലീനിയർ ചാർജ് ഡെൻസിറ്റി, E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി, R എന്ന് പറയുന്നത് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ്. അപ്പം നമ്മൾ ആകെ ചെയ്തത് 3 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ജനറലായിട്ട് ഫൈയുടെ ഇക്വേഷൻ എഴുതി, എന്നിട്ട് 3 സർഫസിലും ഉള്ള ഫൈ നമ്മൾ ആഡ് ചെയ്തു, നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഗോസ് ലോ ഉപയോഗിച്ചുള്ള ഫൈയുടെ ഇക്വേഷൻ എഴുതി. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും ഫൈ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ടിനെയും കൂടി ഇക്വേറ്റ് ചെയ്ത് എഴുതി അല്ലേ. ഇക്വേറ്റ് ചെയ്ത് എഴുതിയതിന് ശേഷം അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? E കണ്ടുപിടിച്ചു. ഇതോടുകൂടി പാർട്ട് 18 വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ.